രതീഷേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് മുന്നിൽ, ആർക്കാണ് സാധ്യത എന്നാണ് രതീഷിന് തോന്നുന്നത്? സ്വാഭാവികമാണ് കെ സി വേണുഗോപാലാണല്ലോ. സ്വാഭാവികമായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടം മുതൽ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഘട്ടം മുതൽ കെ സി വേണുഗോപാലാണ് സാധ്യത എന്നത് ഹൈക്കമാൻഡിൻ്റെ കാൻഡിഡേറ്റ് കെ സി വേണുഗോപാൽ എന്നൊരു പ്രതീതി കോൺഗ്രസ് നേതാക്കളിലും ഈ മത്സരിച്ച MLA-മാരിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായ ചോയ്സ് കെ സി വേണുഗോപാലാണ് എന്നതാണ് ലീഡർഷിപ്പിൽ, ഞാൻ പറയുന്നത് ലീഡർഷിപ്പിലെയാണ് ഈ ജയിച്ചത് പാർലമെൻ്ററി പാർട്ടിയിലെ അന്ന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയ ആളുകളുടെയൊക്കെ കാര്യത്തിലാണ്, KPCCയുടെ നേതൃത്വത്തിലാണ് ഞാനിത് പറയുന്നത്. പൊതുസമൂഹത്തിന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അത് സ്വാഭാവിക ചോയ്സ് VD സതീശനായിരുന്നു. അതായത് ഹൈക്കമാൻഡിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്നത് കെ സി വേണുഗോപാലും, എന്നാൽ പൊതുസമൂഹം സാധാരണ നിലയിൽ പ്രതീക്ഷിച്ചത് VD സതീശനുമാണ്. അവിടെയാണ് ഈ വലിയ കൺഫ്യൂഷൻ നിൽക്കുന്നത്. അവിടെയാണ് കെ സി വേണുഗോപാലിൻ്റെ പേര് സ്വാഭാവികമായി അനൗൺസ് ചെയ്യപ്പെടും എന്നതാണല്ലോ MLA-മാരുടെ ഭൂരിപക്ഷത്തിൻ്റെ പട്ടികയുടെ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ വ്യക്തമായത്. മാത്രമല്ല KPCC അധ്യക്ഷൻ നിലപാട് കെ സി വേണുഗോപാലിന് അനുകൂലമാണ്. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ നിലപാട് കെ സി വേണുഗോപാലിന് അനുകൂലമാണ്. പല MP-മാരുടെ നിലപാട് കെ സി വേണുഗോപാലിന് അനുകൂലമാണ്. പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷം കെ സി വേണുഗോപാലിന് അനുകൂലമാണ്. കേരളത്തിന് മുതൽ ACC ജനറൽ സെക്രട്ടറിയുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയുടെ നിലപാടും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അനൗൺസ് ചെയ്യപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് വീണ്ടും ഫയൽ റീഓപ്പൺ ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ രണ്ട് വശമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഒന്നുകിൽ കെ സി വേണുഗോപാലിൻ്റെ പേരിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ 5 നേതാക്കളല്ലേ വിളിച്ചത്. അപ്പോൾ കെ സുധാകരനെ വിളിച്ചത് കെ സി വേണുഗോപാലിനെതിരെ ഒപ്പം പരസ്യമായ നിലപാട് സ്വീകരിച്ചാണ്. VM സുരേന്ദ്രനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ട്, MMSൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ട്, K മുരളീധരൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അഭിപ്രായം എടുക്കുന്നുണ്ട്. ഈ നേതാക്കളിൽ ഭൂരിപക്ഷവും പക്ഷേ കെ സിക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായൊരു ചിന്തയുണ്ട്. ഈ മുൻ KPCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ കെ സുധാകരൻ പരസ്യമായ നിലപാടെടുത്തെങ്കിലും VM സുധീരൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാര്യത്തിലോ K മുരളീധരൻ്റെ കാര്യത്തിലോ അതൊരു പക്ഷേ VD സതീശന് അനുകൂലമായിരിക്കും. VD സതീശന് അനുകൂലമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. MMSൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഇല്ല. പക്ഷേ ഒന്നിലധികം ചോയ്സിലേക്ക് ഒരു പക്ഷേ ഇപ്പോൾ കെ സിക്കൊപ്പമായിരിക്കും സ്വാഭാവികമായി, എങ്കിൽ പോലും പക്ഷേ രമേശ് ചെന്നിത്തല വന്നോട്ടെ. പക്ഷേ അപ്പുറത്തേക്കൊരു സമവായ സാഹചര്യം വന്നാൽ ഈ നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ നേതാക്കളുടെ പേരൊന്നും ചോദിച്ചില്ല എങ്കിലും അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണമാണ് എങ്കിൽ മറ്റൊരു സമവായ സ്ഥാനാർത്ഥി നിലയിൽ ഈ പറയുന്ന 5 KPCC പ്രസിഡന്റുമാരിൽ 4 പേരും, വേണ്ടി വന്നാൽ 5 പേരും രമേശ് ചെന്നിത്തലയുടെ പേര് പറയും. അങ്ങനെ ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട്. സമവായത്തിന് വേണ്ടി അക്കാര്യത്തിൽ കൊണ്ടല്ല. പക്ഷേ ഇപ്പോഴും ഹൈക്കമാൻഡ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ കെ സി വേണുഗോപാലിൻ്റെ പേര് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അതേസമയം ഘടകകക്ഷികളുടെയും കേരള പൊതുസമൂഹത്തിൻ്റെയും ഫീൽ ഇതാണ്. അക്കാര്യം അവിടെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി വഴി കൂടിയാകാനുള്ള സാഹചര്യമുണ്ട്. 2029 മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റേഷൻ്റെ സാഹചര്യമുണ്ട്. ഡീലിമിറ്റേഷൻ വന്ന അമേഠി അടക്കമുള്ള മണ്ഡലം ഉണ്ടാവുമെന്നറിയില്ല. ഏറ്റവും സേഫായി ഗാന്ധി കുടുംബത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വയനാടായിരിക്കും. അതിൻ്റെ പേര് മാറിലും എന്ത് തന്നെയായാലും അവിടെ ലീഗും അവിടുത്തെ മണ്ഡലങ്ങളും വളരെ പ്രധാനമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ത്രൂ വരുന്ന മെസ്സേജിന് കൂടി അവിടെ ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അല്ല അതിലിപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ ഒന്ന് ഹൈക്കമാൻഡിന്റെ ചോയ്സ് ഒബ്വിയസ്ലി കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ഹൈക്കമാൻഡ് ഇതിനോടകം തീരുമാനിച്ചതായിരുന്നു. ഒപ്പം ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു സമവായം ഉണ്ടാക്കുക എന്ന നിലയിലാണ് മുതിർന്ന നേതാക്കളെ വിളിച്ചൊരു കൺസെൻസസ് എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളെ വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവട്ടെ എന്ന തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അരങ്ങൊരുക്കൽ എന്നുള്ള നിലയിൽ ഒരു കൺസെൻസസ് ബിൽഡിംഗ് ആണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രതീഷ് പറഞ്ഞതുപോലെ ഒരു റീ ഓപ്പണിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കൺസേൺഡ് ആണെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിന് കാരണം നമ്മൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പോയി നോക്ക്, ഇപ്പോൾ M ലിജുവിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പോയി നോക്ക്. അതിന് തെക്കെന്നോ വടക്കെന്നോ മധ്യമെന്നോ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ UDFന് വോട്ട് ചെയ്ത ആളുകൾ അജിറ്റേറ്റഡ് ആണ്. കെ സി വേണുഗോപാൽ എന്നൊരു പ്രഖ്യാപനം വന്നാൽ ഒരുപക്ഷെ ഒരു വലിയ പൊട്ടിത്തെറി, വലിയ ബാക്ക്ലാഷ് ഉണ്ടാകുമെന്ന നിലയ്ക്ക് അതിസങ്കീർണമാണ് കാര്യങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഈസ് ഫേസിംഗ് ദാറ്റ് ഹിറ്റ്. പ്രിയങ്ക ഗാന്ധി ഈ കാര്യം രാഹുൽ ഗാന്ധിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അനിതര സാധാരണമായ ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണ്. കെ സി വേണുഗോപാലിന്റെ പേര് അനൗൺസ് ചെയ്താൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയുടെ ആഘാതം എന്ന് പറയുന്നത് ഒരു പക്ഷേ വലുതായിരിക്കുമെന്ന് ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു റീതിങ്ക് ഉണ്ട്. ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ അതിലൊരു റീതിങ്കിലേക്ക് നീങ്ങുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ റീതിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ആര് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം.